ഇക്ക ഈ PV സുനിലല്ലേ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലോഡിങ് ഉണ്ടായിരുന്നോ? പോയോ ഇവിടുന്ന്? ഓക്കെ. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞെങ്കിലും ആ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഒന്നും വിട്ടുമാറിയിട്ടില്ല അല്ലേ? അപ്പൊ നമ്മളുള്ളത് പെരുമ്പാവൂരിലാണ്. ഇവിടെ പെരുമ്പാവൂരിന്റെ ബഹുമുഖമായ ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. കൂവപ്പടിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോകുന്ന PV സുനിലിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആളൊരു ചുമട്ട് തൊഴിലാളിയാണ്, ജിം ട്രെയിനറാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ പോകുന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് ആള്. അപ്പൊ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മത്സരങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. ജനങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് പിന്നെ ദൈവാധീനം ഉള്ളതുകൊണ്ടും വിജയിക്കാൻ സാധിച്ചു. ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐരാപുരം കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ കേസിൻ്റെ ലീഡറായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അച്ഛൻ INTCയുടെ മണൽ തൊഴിലാളി യൂണിയനിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നേതൃത്വം വെച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആ യൂണിയൻ്റെ പ്രസിഡന്റും കൂടിയായിരുന്നു TP ഹസൻ. അപ്പോൾ അച്ഛനായിട്ടുള്ള ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്നെ അവിടുത്തെ ലീഡർമാരെല്ലാം കൂടി INTCയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ആ സമയത്താണ് രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിട്ട് മുന്നോട്ട് വന്നത്. ആ സമയത്ത് നമ്മുടെ പെരുമ്പാവൂരിൻ്റെ MLAയും മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറും ഒക്കെ ആയിട്ടിരുന്ന തങ്കച്ച സാറിനെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. സാറിൻ്റെ വലിയ പിന്തുണ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായ തെരഞ്ഞെടുപ്പിൽ വിജയം. അപ്പോൾ എങ്ങനെയാണ് ഈ മത്സര രംഗം എങ്ങനെയാണ്? ഞാൻ സൊസൈറ്റി ഇലക്ഷനിൽ 10 കൊല്ലം മുന്നേ മത്സരിച്ചു. സൊസൈറ്റിയുടെ മെമ്പറായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഞാൻ രൂപീകരിച്ചു. അതിൻ്റെ പ്രസിഡന്റാണിപ്പോൾ. അതിനുശേഷമാണ് വാർഡിൽ മത്സരിക്കുന്നത്. അന്നത്തെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 798 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എൻ്റെ വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനം എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് കരാട്ടയോട് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ മാഷായിട്ടുള്ള ഷാജു പോൾ ഫിറ്റർ യു എന്ന് പറഞ്ഞ കരാട്ട സ്റ്റൈൽ അഭ്യസിപ്പിക്കുന്ന ഷാജു പോളിൻ്റെ നേതൃത്വത്തിൽ കരാട്ട പഠിക്കാനുണ്ടായിരുന്നത്. ഞാൻ ഫിറ്റ്നസ് രംഗത്തിലേക്ക് കരാട്ട ബ്ലാക്ക് ബെൽറ്റ് നേടി. അതിനുശേഷം ഫിറ്റ്നസ് രംഗത്തേക്ക് വന്നു. അപ്പോൾ ആ ആഗ്രഹങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പഠിക്കണമെന്നുള്ള ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ജിംനേഷ്യത്തിൻ്റെ ഫിറ്റ്നസ് കോഴ്സ് പഠിക്കാനായിട്ട് ചേർന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നേടി. അതിനുശേഷമാണ് ജിമ്മിലേക്ക് വന്നത്. രാവിലെ എഴുന്നേറ്റ് ജിമ്മിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് വർക്ക് സൈറ്റിലാണ് ഇപ്പോൾ രാവിലെ ഇവിടെ വരുന്നത് പച്ചക്കറി ഇറക്കാനൊക്കെ ആയിട്ട് വരും. അത് രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് ഡ്യൂട്ടിയിൽ ഞങ്ങൾക്ക് വരിക. അതിനുശേഷം ഇവിടെ എൻ്റെ കൂടെ പണിയുന്ന ഒരു ഇക്കയ്ക്ക് ഒരു പ്ലൈവുഡ് കമ്പനി ഉണ്ട്. ആ പ്ലൈവുഡ് കമ്പനിയിൽ ഓഫീസ് ബോയ് ആയിട്ട് വർക്ക് ചെയ്യും. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് നമുക്ക് എന്തായാലും വീട്ടിൽ ചെല്ലും. 1 മണിക്കൂർ വിശ്രമിക്കും. 6 മണിക്ക് മുതൽ 10 മണി വരെ ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് മറ്റൊരു തട്ടകം. അതെ, ഇവിടെയാണ് ഞാൻ 6 മണി മുതൽ ഏകദേശം 10 മണി വരെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടപ്പാച്ചലുകൾക്കൊക്കെ ഇടയിൽ കുറച്ച് ഫിറ്റ് ആയിട്ടിരിക്കുന്നതും ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. നിലവിൽ ഞാൻ 6 മണിയൊക്കെ ആയിട്ട് ഇവിടെ എത്താറ്. നിങ്ങൾ വന്നതുകൊണ്ടാണ് നേരത്തെ വന്നത്. ഇവൻ ഈ തവണ ഡിസംബറിൽ മിസ്റ്റർ കേരളയ്ക്ക് ഇറങ്ങുന്ന ആളാണ്. അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ആള്. ആശാന് തിരക്കുള്ളതാണ്. എന്നാലും നമ്മുടെ കൂടെ എപ്പോഴും വൈകുന്നേരങ്ങളിലായാലും രാവിലെ ആയാലും ഏത് സമയത്തും ഉണ്ടാവും. ആ തിരക്കിനിടയിലും ആള് ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. നല്ല സ്വഭാവം രൂപീകരണത്തിന് തീർച്ചയായിട്ടും മാർഷൽ ആർട്സ് പോലുള്ള കരാട്ടെ ആയാലും കുൻഫു ആയാലും കളരിയാണെങ്കിലും എന്തും നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലെ പുതിയ പ്രസിഡന്റിന് ഇനി ഭരണഭാരം കൂടി അധികമാവുകയാണ്. എങ്കിലും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ നിന്നെല്ലാം ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹ മൊളൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.